Good afternoon. Good afternoon, ma'am. Good afternoon, all. Prayer ആരാണ്? Prayer ആരെങ്കിലും പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ? പ്രിപ്പയർഡ് ആണെങ്കിൽ പറയാട്ടോ. Prayer ആരെങ്കിലും പ്രിപ്പയർഡ് ആണെങ്കിൽ പറയാട്ടോ. Okay. നമ്മൾ ലാസ്റ്റ് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തേ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. കേൾക്കാൻ പറ്റുന്നുണ്ട് മാം. നമ്മൾ പഠിച്ചത് യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ ആണ്. അതിന്റെ ഫസ്റ്റ് പോർഷൻ എന്തോ എടുത്തിട്ടുണ്ട്. PDF ഷെയർ ചെയ്യാം. നമ്മള് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് ഡിസ്കസ് മാത്രം ചെയ്തോളൂ എന്ന് തോന്നുന്നു അല്ലേ? വാട്ട് യു മീൻ ബൈ ചൈൽഡ് ഡെവലപ്മെന്റ് അത്രയല്ലേ പറഞ്ഞോളൂ? ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി മാത്രം പ്രൊവൈഡ് ചെയ്യുക എന്നല്ല, ബിയോണ്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ത് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. നമ്മളുടെ നേഷന്റെ ഏറ്റവും വലിയ അസറ്റ്സ് ആണ് നമ്മുടെ യങ്ങർ ജനറേഷൻ, നമ്മുടെ കുട്ടികൾ, ചിൽഡ്രൻസ്. As children are the assets of a nation. നമ്മള് കുട്ടികളെ, ചിൽഡ്രൻസിനെ നമ്മുടെ അസറ്റ്സ് ആയിട്ട്, നേഷന്റെ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. They should be properly cared for and brought up for the benefits of bright future of the nation. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ നേഷന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനും ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ പ്രോപ്പർ ആയിട്ട് ബ്രോട്ടപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ കുട്ടികൾക്കുള്ള കെയർ നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ മുതൽ ഒരു കുട്ടിക്ക് വേണ്ട കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അതിനു വേണ്ടി എന്താ പറയാ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൺസിന് പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ അല്ലെ? അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു അറേഞ്ച് സ്പെഷ്യൽ ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഫോർ ദ ചിൽഡ്രൻസ്. നമ്മൾ സ്പെഷ്യലും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ദം വിത്ത് എ ബാലൻസ് ആൻഡ് ന്യൂട്രീഷ്യൽ ഡയറ്റ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷ്യൽ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസസ്. നമുക്ക് പുറത്തുള്ള ഹാർംഫുൾ ഇൻഫ്ലുവൻസ് ഉണ്ട് എൻവയോൺമെന്റിൽ, അതിൽ നിന്ന് പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എൻവയോൺമെന്റിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. കുട്ടികളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അവരെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി വെൽഫെയർ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ശരിക്കും പറഞ്ഞ ആർക്കാണ്? കുട്ടികളുടെ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക. അത് ആർക്കാണ് ഏറ്റവും മെയിൻ ആയിട്ട് റോള് വഹിക്കുന്നത്? ഫാമിലി അല്ലേ? ഫാമിലിയും ഫാമിലി സറൗണ്ടിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള്. The family surrounding the children has an important role in his welfare. Family surroundings-നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. If the family background is not good, it is likely to affect the child's life and development. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഗുഡ് അല്ല, മോശമാണെങ്കിൽ ഇത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും ലൈഫിനെയും അഫക്ട് ചെയ്യും. Therefore, schemes for welfare of the children are to be extended to the family and minimum family well-being is to be ensured. നമ്മൾ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് ഫാമിലിയിലേക്കും കൂടി എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ മിനിമം ഫാമിലി വെൽബീയിങ് ഉറപ്പുവരുത്തുകയും വേണം. The family has to promote healthy habits in children. ആരുടെ ഉത്തരവാദിത്തമാണ് ഹെൽത്തി ഹാബിറ്റ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ഫാമിലിയാണ് ഹെൽത്തി ഹാബിറ്റ്സ്, കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. The health of an individual depends what he does and not what he know. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അറിയാം, എന്തെല്ലാം അറിയില്ല എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. എന്താണ് ഒരു കുട്ടിയുടെ പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗോൾ ആർ ദ റിസൾട്ട് ഓഫ് ഹിസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സ്, അത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഗോൾസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. It is the primary education that built up healthy habits in the family. പ്രൈമറി എഡ്യൂക്കേഷൻ മുതലാണ് കുട്ടികൾ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്യുന്നത്. അത് ഫാമിലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ കുട്ടികളോട് പറയും. എന്തെല്ലാമാണ് ഹെൽത്തി ഹാബിറ്റ്സ്? എന്തൊക്കെയാണ് കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങളുടെ അഭിപ്രായത്തില്? ദിവസവും കുളിക്കുക, വേഷം മാറ്റുക, നഖം വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക, ബ്രഷ് ചെയ്യുക, ബ്രഷ് അല്ലെ, നമ്മൾ ബ്രഷ് ചെയ്യുക, ഹെയർ കോംബ് ചെയ്യുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ഫ്രഷ് ആവുക, ബാത്ത് ചെയ്യുക, 2 times ഡേ ബാത്ത് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഉത്തരവാദിത്തം, നമ്മൾ ഓരോ ടീച്ചേഴ്സ് ആണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം എന്താണ്? കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളോട് നമ്മൾ ഓറൽ ആയിട്ട് പറയുന്നതായിരിക്കും ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ. ഒരു ആക്ഷൻ സോങ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് അതിനെ കുറിച്ച് അവയർനെസ് കിട്ടില്ലേ? കിട്ടൂലേ? ഒരു ആക്ഷൻ സോങ് മുഖേനയാണ് നമ്മൾ അവരോട് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറയണമെങ്കിൽ. അപ്പോ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽത്തി ഹാബിറ്റ്സ് കുറിച്ചിട്ടൊരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്യുക. എന്താണ് നെക്സ്റ്റ് ആക്ടിവിറ്റി? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാരെങ്കിലും? ഭയങ്കര സൈലൻസ്. ചെയ്തിട്ടുണ്ട്, പക്ഷെ വീട്ടിലാണ് ബുക്ക്. വർക്കിലാണോ? അല്ല, ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് കുട്ടികളെ വിളിക്കാനായിട്ട്. അപ്പോ ബാക്കിയുള്ളവരോ? അനില,
ഷെറീന, രശ്മി? ഇത് വന്നിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച പറഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോ ആ ടൈം പ്രിപ്പയർ ചെയ്താണ്. ഇപ്പം മറന്നുപോയി. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ആവുമോ എല്ലാവരും? ആക്ഷൻ സോങ് ചെയ്യാം മിസ്. ബാക്കിയുള്ളവരോ? ഓക്കെ മിസ്, ചെയ്യാം. മാം, ഗുഡ് ഹാബിറ്റും ഉണ്ട്, പിന്നെ ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ചും പഠിക്കണോ? രണ്ട് വേണോ? ഗുഡ് ഹാബിറ്റ്, ഹെൽത്തി ഹാബിറ്റ്സ് സെയിം അല്ലേ? ഓക്കെ. അത് ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ സോങ് ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമ്മള് ഫാമിലിയിലേക്ക് വരാണ്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം? ഫാമിലി ഹാസ് ടു ടീച്ച് the children to keep themselves clean and healthy. ഫാമിലിയുടെ ഡ്യൂട്ടിയാണ് കുട്ടികളോട് അവരെങ്ങനെ ക്ലീൻ ആവണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഫാമിലിയാണ്. ഓക്കെ, ദേ മസ്റ്റ് ബി തോട്ട് ഓഫ്. എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കണം? വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്. നമ്മൾ ഹാൻഡ്സ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, ഫുഡിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം മുമ്പും നമ്മൾ നല്ല രീതിയിൽ കൈവാഷ് ചെയ്യുക. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്യുക. ടേക്ക് ദ ബാത്ത് റെഗുലർലി. നമ്മൾ ബാത്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുളിക്കുക. ഹാവ് എ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. നമ്മൾ റെഗുലർ ആയിട്ടൊരു ടോയ്ലറ്റ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇന്റിമേറ്റ് ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ കുട്ടികളോട് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുക. ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. എല്ലാ ദിവസവും മോർണിംഗും അതേപോലെ തന്നെ നൈറ്റും ടീത്ത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വെള്ളം കുടിക്കുക. എന്നാലാണ് നമുക്ക് ഡൈജഷനും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഡൈജഷനൊക്കെ പ്രോപ്പർ ആവുള്ളൂ. സോ അത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം എന്തെല്ലാമാണ് റെസ്പോൺസിബിലിറ്റി? കുട്ടികളില് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം, കുട്ടികളില് ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. ഫാമിലിയിൽ തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ കാര്യങ്ങൾ? കുട്ടികളോട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും മുമ്പും എന്ത് ചെയ്യുക? കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ടോയ്ലറ്റിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യണം. റെഗുലർ ആയിട്ട് ബാത്ത് ചെയ്യണം. ടോയ്ലറ്റ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കണം. അവരുടെ ടീത്ത് മോർണിംഗ് ആൻഡ് നൈറ്റ് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കണം. സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ അവരെ കൊണ്ട് പെർ ഡേ എന്ത് ചെയ്യണം? കുടിപ്പിക്കണം. എത്രയാണ് ഒരു കുട്ടിയുടെ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ? എത്ര ലിറ്റർ എന്നല്ല, എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ കുടിക്കേണ്ടത്? 8 ആണോ മിസ്സേ? 8 ആണ്. ഓക്കെ, 8 ഗ്ലാസ് ഓഫ് വാട്ടർ എങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണം. വാട്ടർ ആയിട്ട് ടീ, കോഫി, ജ്യൂസ് അതൊഴികെ വാട്ടർ ആയിട്ട് മാത്രം നമ്മൾ എത്ര ഗ്ലാസ് കുടിക്കണം? 8 ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കണം. ഓക്കെ, ഇനി ബിസൈഡ് ദ എബവ് the children must also be taught healthy habits. നമ്മൾ ഈ പറഞ്ഞതിന് കൂടാതെ ഒത്തിരി ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ട്. ഹാബിറ്റ്സ് such as to use handkerchief when seizing and cuffing. അപ്പൊ നമ്മൾ കഫ് ചെയ്യുമ്പോഴും സീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ചെറുപ്പത്തിലെ ഹാൻഡ് കർച്ചീഫ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. ടു സ്പിറ്റ് ഓൺലി ഇൻ ദ പാർട്ട് ഓഫ് ഇറ്റ്. സ്പിറ്റ് ചെയ്യുന്നത് അത് എവിടെയാണോ? വാഷ് ബേസിൻ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്നിടത്ത് വാഷ് ബേസിനിൽ പോയിട്ട് സ്പിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വാഷ് ബേസിലോ നോട്ട് ടു യൂസ് ഓപ്പൺ സ്പേസ് ഫോർ യൂറിനേറ്റിംഗ്. നമ്മൾ യൂറിനേറ്റിങ്ങോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓർ പാസിംഗ് ബൗൾ മൊമെന്റ്സ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് എന്ത് ചെയ്യരുത്? ചൂസ് ചെയ്യരുത്. കാരണം ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകൾ യൂസ് ചെയ്യാൻ പാടില്ല when urinating and passing bowel movements, and not to walk uncovered feet. നമ്മൾ ഒരിക്കലും ചപ്പൽസ് യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. കുട്ടികളോട് തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കണം. കാരണം ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും അതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക്
എൻ്റർ ആവാനായിട്ട് ഒരുപാട് ജേംസ് പുറത്തുണ്ട്. അത് നമ്മൾ കുട്ടികളോട് പറയാം. അങ്ങനെ എൻ്റർ ആവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മുറിവിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, വൂണ്ടിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, ഇഞ്ചുറീസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, അത് ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തേ? ഏത് അസുഖമായിരുന്നു? അതെ, ടെറ്റനസ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് ആണ്. ടെറ്റനസ് എന്ന് പറയുന്ന അസുഖമാണ് നമുക്ക് വൂണ്ടിലൂടെ അല്ലെങ്കിൽ മുറിവുകളിലൂടെ നമുക്ക് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയാം അൺകവേർഡ് ആയിട്ടുള്ള ഫീറ്റ്സ് യൂസ് ചെയ്ത് വാക്ക് ചെയ്യാനായിട്ട് പാടില്ല. It is the family's duty to teach the children the civic duties and develop civic sense in them. നമുക്ക് civic duties ഉണ്ട്, പൗരത്വ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ പൗരത്വ ബോധവും അതൊക്കെ കുട്ടികളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഫാമിലിയുടെയാണ്. നാഷണൽ ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യുക, അതേപോലെ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ആ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് കേടുപാടുകളൊന്നും വരുത്താനോ ഒന്നും പാടില്ല. അതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? നമുക്ക് ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ് അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് അറിയോ നിങ്ങൾക്ക്? കമ്പൽസറി എഡ്യൂക്കേഷൻ ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെയുള്ള കുട്ടികൾക്കാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അറിയോ കമ്പൽസറി എഡ്യൂക്കേഷൻ? അറിയില്ല. 4 to 16 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 6 to 14 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക്, 6 to 14 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് കുട്ടികൾക്കാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. മേ ബി ഹിയറിംഗ് ഇമ്പേർഷൻ്റ് ആയിട്ടുള്ള കുട്ടികള്, അതേപോലെ തന്നെ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികള്, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ പറ്റാത്ത കുട്ടികൾ, തിങ്കിങ്, ലേണിംഗ്, മൂവ്മെന്റ്സ്, മെന്റൽ ഹെൽത്ത് ഒക്കെ പ്രശ്നമുള്ള കുട്ടികൾക്കാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് കൊടുക്കുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിതിൽ ഡിസബിലിറ്റി എന്ന് പറയാൻ പാടില്ല, സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയണം. ഈ കുട്ടികളെ നമ്മൾ ഡിസേബിൾഡ് ചിൽഡ്രൻസ് എന്നാണ് സാധാരണ ഗതിയിൽ എല്ലാവരും പറയാറ്. പക്ഷെ നമ്മുടെ കുട്ടികളെ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മൾ മാക്സിമം ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്പെഷ്യലി ഏബിൾഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഡിനോട്ട് ചെയ്യണം. ഈ മോണ്ടിസോറി എന്ന് പറയുന്നത് ആദ്യം ഡിസൈൻ ചെയ്തത് ഇതേപോലത്തെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തത്. സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ മെന്റലി ഇല്ലായിട്ടുള്ള കുട്ടികൾ, മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്. പക്ഷേ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റി. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ഈ മെന്റലി ഇൽ ആയിട്ടുള്ള കുട്ടികൾക്ക്, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും മാറ്റം വരുത്താൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് നോർമൽ കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെയാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഡെറൈവ് ചെയ്തത്. അപ്പൊ നമ്മൾ മോണ്ടിസോറി 2 രീതിയിലെ കുട്ടികളെയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികളെയും, രണ്ടാമത്തത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്രയാണ് പ്രായം? 3 to 6 ഇയേഴ്സ് ആയിരിക്കും. സോ അവരെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഓരോ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. കാരണം അവർക്ക് ചിലപ്പോൾ ആ കുട്ടികൾക്ക് ഏജ് ഉണ്ടാവുമായിരിക്കും, ഏജ് കൂടുതലായിരിക്കും, പക്ഷെ അവർ കാണാനൊക്കെ വലിയ കുട്ടികളായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിന്റെ വളർച്ച എപ്പോഴും എത്രയായിരിക്കും? ഒരു 3 to 6 ഇയേഴ്സ് അല്ലെങ്കിൽ 3 to 4 ഇയേഴ്സ് കുട്ടികളുടെ മാത്രം ഒരു ഇതുണ്ടാവുള്ളൂ, ബുദ്ധി ആ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു കുട്ടിയായാലും നമ്മൾ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ രണ്ടുപേരെയും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മക്കളാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ എല്ലാവരും നമ്മൾ നമ്മുടെ മക്കളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളത് എങ്ങനെ ഓരോ കുട്ടിയുടെയും സ്പെഷ്യൽ നീഡ്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ വിഷ്വലി ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടിയുടെ നീഡ് ആയിരിക്കില്ല ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ നീഡ്. അപ്പൊ ഓരോ കുട്ടിയുടെയും നീഡ് നമ്മൾ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ഡിറൈവ് ചെയ്യണം. എന്താണ് അവരുടെ സ്ട്രെങ്ത്, നോട്ട് വീക്ക്നെസ്. ചിലപ്പോ കാണാൻ കാഴ്ചക്കുറവുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അവർ നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ അവരുടെ സ്ട്രെങ്ത് എന്താന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഷോ ദം പേഷ്യൻസ് ആൻഡ് നോ ദം. നമ്മൾ അവരെ മനസ്സിലാക്കുക, അവരോട് പേഷ്യൻസ് കാണിക്കുക, അതിലൂടെ നമ്മൾ അവരെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവരെ എൻകറേജ് ചെയ്യുക. ചെറിയ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. Provide learning environment according to need and ability to the children. നമ്മൾ കൊടുക്കേണ്ട സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. സ്പെഷ്യലി ഏബിൾഡ്, ഡിസേബിൾ എന്ന് പറയുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. നമ്മൾ ഇനി മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും ഇനി ഒരിക്കലും ഡിസേബിൾഡ് കുട്ടികൾ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെന്ന് പറയുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആണ്. ചൈൽഡ് സ്പെഷ്യലി ഏബിൾഡ് ആണ്. അവര് സ്പെഷ്യൽ ചിൽഡ്രൻസ് ആണ്. നമ്മൾ സാധാരണ നോർമൽ കുട്ടികളെക്കാളും കൂടുതൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുന്നത് ഈ കുട്ടികളാണ്. കാരണം നോർമൽ ആയിട്ടുള്ള കുട്ടികൾ നമ്മളൊരു ഏജ് കഴിയുമ്പോൾ നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ മാറിപ്പോവും. പക്ഷെ ഈ കുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ സ്പെഷ്യലി ഏബിൾഡ് കുട്ടികൾ തന്നെ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The children who are depressed or physically, socially, societally, culturally disadvantaged should be given special opportunity to improve their educational accomplishment. നമുക്കറിയാം സാധാരണ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എഡ്യൂക്കേഷൻ നമ്മൾ ഏത് കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഉണ്ട്. നമ്മൾ ഓരോ കുട്ടിയുടെയും അവകാശം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു അവകാശം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, പറയുന്നിരിക്കുന്നത്. The children who need offsetting education at the primary school level are the following. താഴെ പറയുന്നതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആവശ്യമുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ വിഷ്വലിന് പ്രോബ്ലം ഉള്ളത്, കാഴ്ച പരിമിതിയുള്ള കുട്ടികളെയാണ് നമ്മൾ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ചിൽഡ്രൻസ് വിത്ത് എന്താ പറയുക, സ്പെഷ്യൽ നീഡ്സ് പറയും. ചില കുട്ടികൾ ഫുള്ളായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, കാഴ്ച ശക്തി ഉണ്ടാവില്ല. സോ അവര് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ലിപി ഏതാണ് അറിയാവോ? ഏത് ലിപി യൂസ് ചെയ്താണ് വിഷ്വലി ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എഴുതുന്നത്, വായിക്കുന്നത്? ബ്രെയിൽ ലിപി. ഓക്കെ. അത് ഓരോ കുട്ടികളുടെയും വിഷ്വൽ ഇമ്പയർമെന്റിന്റെ തോത് വ്യത്യാസമായിരിക്കും അല്ലേ? ചില കുട്ടികൾക്ക് കാഴ്ച ശക്തി ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ കാഴ്ച ശക്തി പരിമിതമായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് കാണാൻ പറ്റും. ഓരോ കുട്ടിക്കും അവസ്ഥ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടീനെ ഏത് ടൈപ്പാണ് ആ കുട്ടിക്ക് കാഴ്ച പരിമിതി ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുകയുമാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തം. ഓക്കെ. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ്, കാഴ്ച ശക്തി ഇല്ലാത്ത കുട്ടികളായിരിക്കും. തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, കാഴ്ച ശക്തി ഉണ്ടാവില്ല. ചില കുട്ടികളാണെങ്കിൽ എന്താ പറയാ, ഒരു 2-3 ഇയേഴ്സിൽ എന്തെങ്കിലും അസുഖം മൂലോ അങ്ങനെ എങ്ങാനും ഒരിക്കും അവർക്ക് എന്ത് വരുന്നത്, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. എന്തെങ്കിലും ആക്സിഡന്റ്സോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും
കണ്ണിൽ വീഴുന്നത് മൂലം ഒക്കെയാണ് അവർക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുണ്ട്, അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എഡ്യൂക്കേഷനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 3 ടൈപ്പ് അല്ലെങ്കിൽ കാഴ്ച പരിമിതികൾ, ഒട്ടും കാഴ്ച വിഷൻ ഇല്ലാത്ത കുട്ടികളും അതിന്റെ കുറച്ച് പരിമിതികളുള്ള കുട്ടികളും നമുക്ക് ഒബ്സർവ് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ കുട്ടി ആള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ആള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ നോട്ട്സ് എഴുതുമ്പോൾ കുറച്ച് പോരായ്മകൾ, ആൾക്ക് പ്രോപ്പറായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ബോർഡിൽ എഴുതി കൊടുത്തത് പോലെ നോട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, കറക്റ്റ് ചെയ്ത് കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതെന്റെ എക്സ്പീരിയൻസിൽ വന്നതാണ്. ഇതേപോലെ ഒരു കുട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി എനിക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, പക്ഷെ ആള് ബുക്കൊക്കെ വായിക്കുന്നത് സാധാരണ കുട്ടികൾ വായിക്കുന്നതിനും ഇങ്ങനെ അടുപ്പിച്ചാണ് ബുക്ക് വായിക്കുന്നത്. കാരണം ബുക്ക് അടുത്ത് പിടിച്ചാണ് വായിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം റീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആള് ഇതേപോലെ വായിച്ചു. എനിക്ക് തോന്നി എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നോട്ട്സ് ചെക്ക് ചെയ്തു. നോട്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ അവർ നമ്മൾ ടോട്ടൽ എഴുതി കൊടുത്ത പോലും അവൻ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, എഴുതിയെടുക്കുന്നില്ല. സോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി കുട്ടിക്ക് കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ സമയത്തായിരുന്നു പഠിച്ചിരുന്ന കോൺവെന്റില് ഒരു സ്പെഷ്യൽ ക്ലിനിക് അല്ലെങ്കിൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലിനിക് അത് കണ്ടക്ട് ചെയ്തപ്പോ ഈ കുട്ടിയുടെ അസുഖം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അവന് എന്താ പറയാ, ഒരു കുറെ നാളായിട്ട് കാഴ്ച പരിമിതി ഉണ്ട്, അവനത് പറയാൻ പറ്റുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ടി വി ഒക്കെ കാണുമ്പോൾ അടുത്ത് പോയിരുന്ന് കാണും. അതേപോലെ ബുക്ക് വായിക്കുന്നത് ഇതേപോലെ അടിച്ചു പിടിച്ചാണ് വായിക്കുന്നത്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അവനെ കാഴ്ച കുറവായിരുന്നു എന്നാ പറഞ്ഞത്. അത് ആ സമയത്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് വളരെ വലിയ കാര്യങ്ങൾ പറഞ്ഞു. ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒന്ന് ഏറ്റവും പവറുള്ള ഒരു ക്ലാസ് അവനെ കൊടുത്തു. കാരണം അത്രയും പ്രശ്നമായിരുന്നു അവനെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആള് നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക 2nd സ്റ്റാൻഡേർഡിലാണ്, കൊറോണയുടെ ഒക്കെ ടൈം കഴിഞ്ഞ് വന്നുകൊണ്ട് അവന് അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവന് വായിക്കാൻ അറിഞ്ഞുകൂടാ, പഠിക്കാനായിട്ട് വൈകല്യങ്ങളാണ്, അങ്ങനെയൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല അവന്റെ പ്രശ്നം എന്ന് അവൻ ആ ഒരു ചെക്കപ്പിലൂടെ അവർക്ക് മനസ്സിലാക്കി. അത് അവന്റെ പ്രശ്നം എന്തായിരുന്നു, ആ ഒരു ഇതായിരുന്നു, കണ്ണിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ മനസ്സിലാക്കി അത് ശരിയായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവൻ സാധാരണ നോർമൽ കുട്ടികളെ പോലെ പഠിക്കാനായിട്ട് തുടങ്ങി. ഒരു മിനിറ്റ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട്. നമുക്കറിയാം പുറത്ത് എന്താ പറയാ, കാലാവസ്ഥ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എപ്പോഴെങ്കിലും ക്ലാസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരും. നമ്മൾ അത്രയും ടൈമേ ക്ലാസ് കണ്ടക്ട് ചെയ്യുള്ളൂ കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഈ കുട്ടികള് നമ്മൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ, കാഴ്ച കുറവുള്ള കുട്ടികൾ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ബാക്ക് സീറ്റിൽ ഇരുത്താൻ പാടില്ല, ഫ്രണ്ട് സീറ്റിൽ മാക്സിമം ഇരുത്താനായിട്ട് നോക്കാം. അതേപോലെ ഒരുപാട് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, അതേപോലെ പ്രൊജക്ടറൊക്കെ വെച്ച് ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കുറച്ച് എന്താണ് പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് അല്ലെങ്കിൽ ഒരുപാട് നേരം പ്രൊജക്ടറിലൊക്കെ നോക്കി കിട്ടാനായിട്ട് അവർക്ക് പറ്റണത്തില്ല. സോ നമ്മൾ അവരെ മാക്സിമം ഓറലി പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ ഒരു പ്രൊജക്ടറിൽ ആപ്പിൾ എന്നുള്ള ഇമേജ് കാണിച്ചു കൊടുക്കുകയാണ്, A for ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഒരു ആപ്പിൾ കൊണ്ടുവന്ന് ആ കുട്ടികളെ കാണിച്ചു കൊടുക്കാം, ആപ്പിൾ എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് സ്യൂട്ടബിൾ രീതിയിലായിരിക്കണം. നമ്മളെപ്പോഴും ലൈറ്റിങ് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതായിരിക്കും ബൾബിന്റെ, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും, ബാക്കിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ, ബോർഡൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ. ബോർഡൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, നല്ല റീഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ എന്താണ് ലൈറ്റ് ഏത് സൈഡിൽ നിന്നായിരിക്കും സ്യൂട്ടബിൾ? എന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നുന്നു ബാക്ക് സൈഡിൽ നിന്നാണ്. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ബ്ലറർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ബോർഡ് ഒന്നും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല.
സോ ബാക്ക് സൈഡിൽ നിന്നായിരിക്കണം മാക്സിമം ലൈറ്റ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. കുറച്ചും കൂടി ഓറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് കൊടുക്കുക, അറേഞ്ച് ചെയ്യുക. ഇതേപോലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടിക്ക് എക്സ്ട്രാ ടൈം കൊടുക്കുക, ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ടൈം അലൗ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ PPT നിന്നോ കോപ്പി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് കൂടുതൽ നമ്മുടെ കണ്ണിന് അതൊരു സ്ട്രെസ് ആണത്, നമ്മളത് അവോയ്ഡ് ചെയ്യുക. അഡ്രസ് ദ ഓൾ സ്റ്റുഡൻസ് ബൈ ദ നെയിം. നമ്മൾ കുട്ടികളെ നെയിം, അവരുടെ പേര് വിളിച്ച് അവരെ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. കാരണം ഒരു ചിലപ്പോ ഈ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. അപ്പൊ നമ്മള് മോനെ എഴുന്നേറ്റ് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വിചാരിക്കും അവനോടല്ല വേറെ ആരെങ്കിലോടാണ് പറയുന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മറ്റു കുട്ടികള് കളിയാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അവരെ അഡ്രസ് ചെയ്യുക, ഓരോ കുട്ടിയുടെ പേര് വിളിച്ച് തന്നെ അഡ്രസ് ചെയ്യാൻ നോക്കാം. പിന്നെന്താണ്, നമ്മൾ പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ പറയാ, വിഷ്വലി ഇംപേർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി എന്താ പറയാ, ഇപ്പൊ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് 32 ആണ് അല്ലെ, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൈസ് 32 ആണ്. സൈസ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക, അപ്പൊ കുറച്ചും കൂടി അവർക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഈ PDF സൈസ് ഞാൻ കൂട്ടുന്നുണ്ടോ, അതേപോലെ കുറച്ച് റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, പ്രിന്റ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും റീഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ എല്ലാ കുട്ടികളെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം. നമ്മൾ ഇതേപോലെ സ്പെഷ്യലി ഇംപേർഷൻ്റ് ആയിട്ടുള്ള കുട്ടികളെ, വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സിമ്പതിയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, കാഴ്ച പരിമിതി ഉള്ള ഒരു കുട്ടിയുണ്ടെന്ന് നമുക്ക് ടീച്ചേഴ്സിന് അറിയാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് കുറച്ച് സൈസ് കൂട്ടിയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കാം. ലാർജ് പ്രിന്റ് ചെയ്യാം. ഇനി എന്താണ്, നമ്മളുടെ കുട്ടികൾക്ക് ഫുൾ കാഴ്ചശക്തി ഇല്ലെങ്കിൽ ബ്രെയിൻ ലിപി യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. അതേപോലെ തന്നെ എക്സ്ട്രാ ടൈം അലോ ചെയ്യുക. അവരുടെ ഡിവൈസുകളുണ്ട് അല്ലെ, നമ്മൾ എന്താ പറയാ, ഗ്ലാസ്, അതേപോലെ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. റെസ്റ്റ് ടൈം അലോ ചെയ്യുക. സ്യൂട്ടബിൾ പ്രിന്റ് സൈസിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ട പോർഷൻസ് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് എന്നാണ്. ഇങ്ങനത്തെ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യും. ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നോക്കാം എന്താണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ്. Children are neither unsight by birth, become blind because of various reasons. Maybe ചില കുട്ടികൾ എന്താണ് അൺസൈറ്റ് ബൈ ബർത്ത് ആവാനുള്ള ചാൻസസ്. ജനിക്കുമ്പോൾ തന്നെ കാഴ്ചശക്തി ഇല്ലാത്ത, നമ്മളൊക്കെ എന്തോരം ഭാഗ്യം ചെയ്തവരാണല്ലേ. നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത് നമുക്ക് ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ഭൂമി നമുക്ക് നമ്മുടെ ഈ കണ്ണുകളോട് കാണാൻ പറ്റുന്നു. അതിന് വലിയ ഭാഗ്യമൊന്നും, അത്രയും ഭാഗ്യം ചെയ്തോണ്ട് നമുക്ക് അങ്ങനെ എന്തോരം കുട്ടികളാണ് കാഴ്ചശക്തി ഇല്ലാതെ ഈ ഭൂമി എന്താണെന്ന് അറിയാതെ, മനസ്സിലാക്കാണ്ട്, അത് കാണാണ്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ഇമാജിനേഷനിലൂടെ മാത്രം അവരെന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഈ കാഴ്ചശക്തി നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മള് എന്താ മേ ബി വേരിയസ് റീസൺസിലൂടെ ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. The acute causes of visual deficiency as the disease. ചില അസുഖങ്ങൾ മൂലം ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ലൈക്ക് സ്മോൾ പോക്സ്, meningitis, trachoma, scurf, fever, burns or contact with dangerous or poisonous chemicals. സ്മോൾ പോക്സ്, meningitis, trachoma, അതേപോലെ തന്നെ ഫീവേഴ്സ്, പിന്നെ ബേൺസ്, നമ്മളിങ്ങനെ പൊള്ളലേക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മളത് കണ്ണിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തിനെ അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്താനായിട്ട് കാരണമാകും. The compensatory or special education is required according to the hardness of the visual impairment. നമ്മൾ ആ കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആ കുട്ടിയുടെ വിഷ്വൽ ഇംപയർമെന്റ് ഹാർഡ്നെസ് നോക്കിയിട്ടാണ്, ആ ഒരു തോത് നോക്കിയിട്ടാണ്. നമ്മൾ
ആ ഒരു തോത് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഒട്ടും കാഴ്ച ശക്തി ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെയിൻ ലിപി അനുസരിച്ച് അവരെ പഠിപ്പിക്കാൻ ശീലിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അല്ലാത്ത കുട്ടികളാണെന്ന് വിചാരിക്കും. അല്ലാത്തെന്ന് വെച്ചാൽ വിഷ്വൽ ഇമ്പാർമെന്റ് ആണ്, അവർക്ക് കാഴ്ച പരിമിതി കുറവുള്ള കുട്ടികൾ, കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടമാവാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെയാണ് അവർ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് സൈസ് കൂട്ടി ചെയ്യിക്കുക, അതേപോലെ ഓരോ കാര്യങ്ങള് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളത് ഓറലായിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോർഡിലൊക്കെ എഴുതി കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഓറലായിട്ട് പറഞ്ഞു കൊടുക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓരോ മെറ്റീരിയൽസ് നമ്മൾ കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ടച്ചിലൂടെ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. അവർ നമ്മൾ ഓരോ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്നതാണ് അത് എന്നുള്ളത് അവരെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കാൻ നോക്കുക. ആപ്പിള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ആപ്പിളിൽ കുട്ടികൾ ചിലപ്പോൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെ ഫുള്ളായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് അത് മനസ്സിലാക്കാണ്, സ്മെല്ല് ചെയ്ത് നോക്കാണ്. അപ്പൊ അത് ടച്ചിങ് സെൻസറി അവർക്ക് വിഷൻ എന്ന് പറയുന്ന സെൻസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള സെൻസിലൂടെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് മനസ്സിലാക്കുകയാണ്. അവര് ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ടച്ച് ചെയ്ത് നോക്കുന്നു, സ്മെൽ ചെയ്ത് നോക്കുന്നു, നമുക്ക് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും എന്താ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? The parents of these children should be give proper guidance about how to keep their eyes healthy. നമ്മൾ ടീച്ചേഴ്സും പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ് എങ്ങനെയാണ് നമ്മുടെ ഐസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരുപാട് പൊടിയുള്ള സാഹചര്യത്തിലൊക്കെ പോയി വരാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഐസ് വാഷ് ചെയ്യുക. Children should be trained to keep themselves away from the situation back to eyes. നമ്മുടെ കണ്ണിന് മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് കുട്ടികളെ തന്നെ അവര് സേഫ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കണം. അതേപോലെ പീരിയോഡിക് ചെക്കപ്പ് ഓർ സ്പെഷ്യൽ ഒഫ്താൽമാറ്റിക് എക്സാമിനേഷൻസ് ബി അറേഞ്ച്ഡ്. നമ്മൾ സ്പെഷ്യൽ ചെക്കപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക, പീരിയോഡിക് ചെക്കപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതും സ്പെഷ്യൽ ഒഫ്താൽമാറ്റിക് എക്സാമിനേഷൻസ് നടത്തുന്നതൊക്കെ കുട്ടികളുടെ കാഴ്ച പരിമിതിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ്, വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികള് ചിലപ്പോ അൺസൈറ്റഡ് ബൈ ബർത്ത് ആയിരിക്കാം. മേ ബി അവർ ജന്മനാലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരോ ഡ്യൂ ടു സം റീസൺസ് സം ഡിസീസിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ കാഴ്ചശക്തി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. സ്മോൾ ബോക്സ് മെൻസൈറ്റിസ്, ട്രക്കോമ, സ്കേൾഡ് ബേൺസ്, കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് മെറ്റീരിയൽസ്, കെമിക്കൽസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പൻസേറ്ററി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഹാർഡ്നെസ്, വിഷ്വൽ ഇമ്പയർമെന്റിന്റെ ഹാർഡ്നെസ് നോക്കിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പാരന്റ്സ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പാരന്റ്സും ടീച്ചേഴ്സും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് അവര് ഐസ് എങ്ങനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരോട് ഹാർംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ്, അവർ കണ്ണിന് ഹാർംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കണം. പീരിയോഡിക് ചെക്കപ്പുകൾ, സ്പെഷ്യൽ ക്ലിനിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഐ പ്രോബ്ലംസ് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും പറ്റും. ഓക്കെ, നിങ്ങൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനും ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടാ. ബാക്കിയുള്ളവരോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് കേട്ടോ. കേൾവി പരിമിതികളുള്ള കുട്ടികൾ, ഹിയറിംഗ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾ. മേ ബി എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഹിയറിംഗ് ഇമ്പയർമെന്റ് ആകുന്നത്? മേ ബി ഫാമിലി ഹിസ്റ്ററി അതിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം പാരന്റ്സിൽ ആർക്കെങ്കിലും ഇതേപോലെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ടഫ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റ് മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോസ് റിലേഷൻ മാരേജ്, നമുക്കറിയാം ക്ലോസ് റിലേഷൻ മാരേജ് നമ്മളുടെ പണ്ട് കേരളത്തിലൊക്കെ കണ്ടുവന്നിരുന്ന പണ്ടത്തെ ഒരു മെത്തേഡ് ആയിരുന്നു, അല്ല പണ്ടത്തെ ഒരു കസ്റ്റം ആയിരുന്നു ക്ലോസ് റിലേഷൻ മാരേജസ്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഹിന്ദു ആ ഒരു റിലീജിയനിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ചില പെണ്ണ് മുറച്ചിരിക്കാൻ അങ്ങനെ ഒരു ഇത് ക്ലോസ് റിലേഷൻ ആണല്ലോ. അങ്ങനെ ക്ലോസ് റിലേഷൻ മാരേജിലൂടെ ജനിക്കുന്ന കുട്ടികളിലും എന്ത് വരുന്നുണ്ടായിട്ട് പറയുന്നത് ഹിയറിംഗ് ഇമ്പയർമെന്റ് കണ്ടുവരുന്നുണ്ട്. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ. ഈ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാദറിന്റെ ബ്ലഡ് ഓ പോസിറ്റീവും മദറിന്റെ ബ്ലഡ് ഇപ്പൊ എ ബി നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവുമ്പോൾ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സെക്കൻഡ് ഡെലിവറിയുടെ സിറ്റുവേഷൻ വരുമ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ മൂലം മേ ബി ആ കുട്ടി അബോർഷൻ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓർ മേ ബി ഇതേപോലത്തെ ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതേപോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസ് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. എക്സസ് യൂസ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ്. നമ്മൾ ഡ്രഗ്സ് അതേപോലെ നിക്കോട്ടിൻ, പുകവലിയൊക്കെ ഉണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ നിക്കോട്ടിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേ ബി അത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്യൂറിങ് ഡെലിവറിയുടെ സമയത്ത് കുട്ടികളിൽ ലാക്ക് ഓഫ് ഓക്സിജൻ മൂലം എന്താ ഈ കുട്ടികളിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് പിന്നീട് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ബർത്തിന്റെ സമയത്ത് കുട്ടി ജനിക്കുന്ന സമയത്ത് 1.200 kg കുറവാണെങ്കിൽ, കിലോഗ്രാം എത്രയാണ് 1,200 താഴെയാണെങ്കിൽ പ്രീമച്വർ ബർത്തിന്റെ സിറ്റുവേഷനിലൊക്കെ ഇതേപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റ് വന്നതായിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഗവൺമെന്റ് ഇപ്പൊ ഏതൊരു ഹോസ്പിറ്റലിലായാലും കുട്ടികളുടെ കേൾവി ശക്തി, കുട്ടികൾ ജനിച്ച ഉടനെ കേൾവി ശക്തി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇവിടെ ആരൊക്കെയാണ് അമ്മമാരായിട്ടുള്ളത്? ഇല്ലേ? ജനിച്ച് എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കേൾവിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അവർ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ, ഇനിയിപ്പോ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാന്നുള്ളതും അവർ നോക്കുന്നുണ്ട്. അപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലും അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആദ്യം വിചാരിക്കും ഇവർക്ക് സാധാരണ കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികൾക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് സംസാരിക്കാനും അറിയില്ല എന്ന് വിചാരിക്കും. സംസാരിക്കാനും അറിയില്ല വിചാരിക്കും. പക്ഷെ മേ ബി ചില കുട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, കേൾക്കാത്തത് കൊണ്ടാണ് അവര് മിണ്ടാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ഈ കുട്ടികളെ, കേൾവി ശക്തി കുറവുള്ള കുട്ടികളെ സാധാരണയായിട്ട് കുട്ടികള് എന്ത് ചെയ്യാറുണ്ട്, കളിയാക്കാറൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതെല്ലാം സ്ട്രിക്ട്ലി എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം. കാരണം ഈ കുട്ടികളിൽ മെന്റലി അവരത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് മെന്റലി അത് അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കുട്ടികൾ തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷെ ആ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളണം എന്നില്ല. നമുക്ക് നോക്കാം. ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്
Compensatory or special education is needed for people who are disabled by hearing impairment. Hearing impairment ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ compensatory or special education provide ചെയ്യുന്നുണ്ട്. Hearing impairment may be of different degree of gravity. Degree of gravity അനുസരിച്ച് hearing impairment വ്യത്യാസമുണ്ട്. Hence these children required different levels of treatment. അപ്പോൾ ഓരോ കുട്ടികളിലും ഓരോ ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും വേണ്ടത്. ചില കുട്ടികളിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സംസാരിക്കുന്നു കേൾക്കാനായിട്ട് പറ്റും. ചിലവർക്ക് ഒട്ടും പറ്റാത്തവരുണ്ടാവും. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു ഫെസ്റ്റിവലിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ഒരു കുട്ടീനെ ശ്രദ്ധിച്ചതാണ്. അപ്പൊ ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോ ആളുടെ ബാക്കില് ഇങ്ങനൊരു എന്താ പറയാ ഹിയറിംഗ് എയ്ഡ് കണ്ടു. ഹിയറിംഗ് എയ്ഡ് എന്ന് അത്യാവശ്യം കണക്ട് ചെയ്തിട്ടുണ്ട്, ചെവിയിലേക്ക് വെച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ ഒരു ഹിയറിംഗ് എയ്ഡ്. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും ഹിയറിംഗിന്റെ വല്ല പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞു, അതെ എനിക്ക് എന്ത് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, ജനിച്ചപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തതാണ്. പിന്നെ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു, ഓപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടിയല്ലേ അപ്പൊ കുറച്ചായിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അവർക്ക് നമ്മൾ പറയുന്നതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് കുറവായ ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. അതൊരു മെഷീൻ പോലത്തെ ആയിരുന്നു, ബാക്കിലോട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ള ടൈപ്പ് ഒരു മെഷീൻ ആയിരുന്നു. ഞാനത് കണ്ടാണ്. ഇതേപോലത്തെ ഹിയറിംഗ് എയ്ഡ് അല്ല കേട്ടോ, ഏകദേശം എന്താ പറയാ കുറച്ച് ഒരു മെഷീൻ ആയിരുന്നു അത്. ഒരു ബാക്കിലൊരു ഇതൊക്കെ ആയിട്ടുള്ള ടൈപ്പ് മെഷീൻ. അതെ ഇതേപോലത്തെ കേട്ടോ, ബാക്കിലേക്ക് ഒരു കണക്ഷൻ ഉള്ള ടൈപ്പ് അല്ല. അപ്പൊ ഒരു ഹിയറിംഗ് എയ്ഡ് ആ കുട്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ടോ അതിനൊരു കണക്ഷൻ ഉണ്ട് ബാക്കിലേക്ക്. അപ്പൊ ഹിയറിംഗ് പ്രോബ്ലംസ് അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേറെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ആ കുട്ടിയുടെ ആ ഒരു ഗ്രാവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് ചെയ്യുന്നത്. Okay. Hence, these children require different level of treatment. ഓരോ കുട്ടികളിലും പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി ചിൽഡ്രൻസ് ഇൻ ഡിഫറെന്റ് വേ. നമ്മൾ പറഞ്ഞു കുട്ടികളുടെ മൈൻഡിനെ അത് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കളിയാക്കാനും ബുള്ളി ചെയ്യാനൊക്കെ ആയിട്ട് നോക്കാറുണ്ട്. സോ ആ കുട്ടികളെ അത് മെന്റലി അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അതിന്റെ ഫേസ് ചെയ്യാനോ അവരുടെ ഫ്രണ്ട്സിനോട് ഫേസ് ചെയ്യാനൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ്. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട്സ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി ചിൽഡ്രൻ ഇൻ ഡിഫറെന്റ് വേസ്. സോ ദേ ഷുഡ് ബി ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. നമ്മൾ ഈ ടൈപ്പ് ഓഫ് കുട്ടികളിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർ കമ്മ്യൂണിക്കേഷൻ നോർമലി 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ കണ്ടക്ട് ചെയ്യുന്നത്. Communication among them normally take place in 3 ways. 3 രീതിയിലാണ്. ത്രൂ ആക്ഷൻസ്, ചില ആൾക്കാർ ആക്ഷനിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനോരമ ന്യൂസോ ഏഷ്യാനെറ്റ് ആണോ മനോരമയാണെന്ന് അറിഞ്ഞൂടാ, ഈ ന്യൂസ് ചാനലിൽ ന്യൂസ് പോകുന്ന സമയത്ത് തന്നെ ത്രൂ ആക്ഷനിലൂടെ ആ ന്യൂസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ത്രൂ ആക്ഷനിലൂടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. ലിപ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിപ്പിന്റെ റീഡിങ്സ് നോക്കിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ലിപ് റീഡിങ്ങിന്റെയും അതേപോലെ തന്നെ ത്രൂ ആക്ഷൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. രണ്ടിനും കോമ്പിനേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ അവരുടെ ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ മൈൻഡിനെ അഫക്ട് ചെയ്യും. ഹിയറിംഗ് ഡിസബിലിറ്റി മേ ബി അഫക്ട് ദ മൈൻഡ് ഓഫ് ദ ചിൽഡ്രൻസ് ഇൻ ഡിഫറെന്റ് വേസ്. They should give special training പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ among them normally take place in 3 ways. എങ്ങനെയൊക്കെയാണ്? ത്രൂ ആക്ഷൻ, ത്രൂ ലിപ് റീഡിങ്, healthy combo of both.
ലിപ് റീഡിങ് ആൻഡ് ആക്ഷൻസിലൂടെയാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് റീഡ് ചെയ്തിട്ട് ഇന്ന് നമ്മളെടുത്ത കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനും ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റും ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റും ഒന്ന് സമ്മപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എടുത്ത പോർഷൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, റീഡ് ചെയ്ത് നോക്കിയ എല്ലാവരും. ആരെങ്കിലും ഒരാള് സമ്മപ്പ് ചെയ്യോ? നമ്മളിന്ന് എടുത്ത കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനും ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ സമ്മപ്പ് ചെയ്യോ? ചെയ്യാം മാം. ഓക്കേടാ, പറഞ്ഞു. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അത് ചിലത് ജന്മനാ കാഴ്ച കുറവുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അത് കൂടാണ്ട് ചിലവർ ഇപ്പൊ ജനിച്ചതിന് ശേഷം പലവിധ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കൊണ്ടോ വിത്ത് കെമിക്കൽ എന്താണ് പോയിസണഡ് കെമിക്കൽസ് അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും കാഴ്ചശക്തി നഷ്ടമായ കുട്ടികളുണ്ട്. അവർക്കെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഈ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിങ് അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഇപ്പൊ എന്താ സീറ്റ് അറേഞ്ച്മെന്റ്സ്, കാരണം അവരെ പുറകിൽ നിന്ന് മുമ്പിലോട്ടേക്ക്, കാരണം മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ഇപ്പൊ ബോർഡിൽ എഴുതുന്നത് കാണാനാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കയറി കൊടുക്കുക. പിന്നെ ലൈറ്റ് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ കുട്ടികളുണ്ട് നമ്മൾ അന്വേഷിക്കുക, അതിപ്പോൾ നമ്മുടെ ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം മറ്റു കുട്ടികളെ വെച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ ആവശ്യമാണല്ലോ. അങ്ങനെ പിന്നെ അപ്പൊ അവർക്ക് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അതനുസരിച്ച് കൊടുക്കുന്നതിന് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അവർക്ക് എന്ത് മിസ് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ പഠിത്തത്തിൽ പുറകോട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിച്ച് അവരെ നമ്മൾ കണക്കാക്കും. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം അവര് ചിലപ്പോൾ നോട്ട്സ് ഒക്കെ കറക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതും പാരന്റ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർക്ക് ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മറ്റൊരു ഇതാണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, അതായത് കേൾവി ശക്തി കുറവുള്ള കുട്ടികൾ. അപ്പൊ നമുക്ക് ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ കേൾവി ശക്തി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ കൂടുതലായിട്ട് ക്ലോസ് റിലേഷൻ അങ്ങനെ അതിൽ നിന്നൊക്കെ ആണ് കൂടുതൽ ചാൻസ് വന്നത്. ഇപ്പൊ അതായത് എന്റെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ്, ഹസ്ബൻഡിന്റെ ബി പോസിറ്റീവ്. അപ്പൊ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. 5 മാസം ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ തന്നായിരുന്നു.
അങ്ങനെ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഇങ്ങനെ കൈവിഷത്തേക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയാ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. മറ്റുള്ളവരെ പോലെ തന്നെ ക്യാച്ച് ചെയ്യാനായിട്ടും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കുക. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവരെ മെന്റലി അവരെ എഫക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളെ ഇപ്പൊ അങ്ങോട്ട് ചിലപ്പോൾ കളിയാക്കുകയോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും മേ ബി വരാം. അത് ഒരുപാട് മെന്റലി അവരെ ചിലപ്പോൾ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അത് കണ്ടുപിടിച്ച് അവർക്കുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. അങ്ങനെ. താങ്ക് യു മാഡം. മതിയില്ലേ? നന്നായിരുന്നു കേട്ടോ എല്ലാം. താങ്ക് യു മാം. ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് സൈൻ ഔട്ട് ഒന്നും ചെയ്യാത്തെ? സോറി മാം, ഇന്ന് ഗ്രൂപ്പിൽ അങ്ങനെ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് ആരാന്നൊന്നും സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചതാണോ? ഉണ്ടാവില്ല എന്ന് വിചാരിച്ചല്ലേ? കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ സൈൻ ഔട്ട് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം കേട്ടോ. നല്ല കുട്ടികളല്ലേ? ജിസ്ന മോൻ ആക്ഷൻസും പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർ ആണ് മാം. എന്നാ അതിലൊരാൾ പ്രസന്റ് ചെയ്തോട്ടെ. ഞാൻ അനിലെന്നെ ഞാൻ പിൻ ചെയ്യാണ്. ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തോട്ടെ, പ്രസന്റ് ചെയ്തോട്ടോ. മാഡം അതില്ലേ, എനിക്ക് ക്യാമറ ഓൺ ആക്കാനായിട്ട് കുറച്ച് കാരണം ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല ഏട്ടാ. മിസ് നേരത്തെ വിളിച്ചപ്പോഴേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. കൊച്ചു ബഹളമായിരുന്നു അന്നേരം. ഓക്കെ. പാടിക്കോട്ടെ? സ്റ്റാർട്ട് ചെയ്തു. Wash your hands, clean them every day. Rub and scrub and rub, clean them every day. Move around, exercise and play. Jump and round, run healthy every day. Eat your food, veggies, fruits and grains. Milk and cheese will make strong, healthy habits. Read your book, exercise your mind. Storytellers and fairy tales, knowledge you will find. ഓക്കെ ഏട്ടാ, നന്നായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവര് നെക്സ്റ്റ് ഡേ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാവരും നെക്സ്റ്റ് ഡേ പ്രസന്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മൺഡേ തന്നെ നിങ്ങൾ എല്ലാവരും പ്രസന്റ് ചെയ്യണം. താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.